ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കുന്ന വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ടിപ്സുകളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളിത് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 3/4 കപ്പ് ഉഴുന്ന് ബോളായിട്ട് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്, അതിന് 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ക്ലാസ്സാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 1 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് നമുക്ക് എത്രയാണോ ആവശ്യം വരിക അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കപ്പാണ്. ഈ ഒരു അളവ് എന്ന് പറഞ്ഞതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, അതും കൂടെ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കൊരു 4 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ മാവ് അരച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള പച്ചരി എന്ന് പറഞ്ഞത് ഞാനൊരു 3/4 കപ്പ് പച്ചരി കേട്ടോ, അത് 2 കപ്പാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉഴുന്നുമ്പോൾ ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ അതിന് ഡബിളായിട്ട് ആണ് നമുക്ക് പച്ചരി വേണ്ടത്. അപ്പോൾ അത് ഞാൻ 2 കപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചരി എടുക്കുമ്പോൾ വല്ലാണ്ട് പശയില്ലാത്ത ടൈപ്പ് പച്ചരി നോക്കിയെടുക്കുക കേട്ടോ. വല്ലാണ്ട് പശയുള്ള ടൈപ്പ് ആകുമ്പോൾ ഇഡ്ഡലി സോഫ്റ്റ് ആവാൻ ചാൻസ് കുറവായിട്ട്, അങ്ങനെ എന്താ വെച്ചാൽ ഹാർഡായിട്ട് വരും. അങ്ങനെ ആകുമ്പോൾ അതും കൂടി പ്രത്യേകം നോക്കണം. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് 4 മണിക്കൂർ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതുപോലെ നന്നാക്കിയിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂറായിട്ടോ ഇട്ടിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ. അപ്പോൾ ഉഴുന്നുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തേക്കാണ് ഞാൻ ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ രാത്രിയിൽ ഒരു 8-8 ആ ഒരു ടൈമിലാണ് ഞാനിത് അരച്ച് വെക്കാറുള്ളത് കേട്ടോ. ഇനി നമ്മൾ എങ്ങനെ അരച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നുബോളാട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 3/4 കപ്പോളം, ടോട്ടലായിട്ടൊരു 3/4 കപ്പോളം വെള്ളമായിട്ട് ഒഴിക്കുന്നത്. ആ ഒരു വെള്ളം ഒഴിക്കുന്നതോട് കൂടിയിട്ട് ആ ഉഴുന്നുബോളിനും ഒപ്പമായിട്ടാട്ടോ ആ വെള്ളം നിൽക്കുക. അത്രയ്ക്ക് മതി, വല്ലാണ്ട് ഓവറായിട്ട് അങ്ങ് വെള്ളവും വേണ്ട. കുറച്ച് തിക്കായിട്ടാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞത് ഒരിക്കലും നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഈ ഉഴുന്നുബോൾ നല്ലോണം കൊണ്ട് സോഫ്റ്റ് ആക്കി എടുക്കാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മിക്സി ചൂടാവുന്നതും പ്രത്യേകം നോക്കണം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വല്ലാണ്ട് ഓവറാക്കിയിട്ട് അരച്ചെടുക്കേണ്ട, ഒരു മീഡിയം രീതിയിൽ അരച്ചെടുത്താൽ മതി. ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉഴുന്നുബോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? കുറച്ച് തിക്കായിട്ട് തന്നെ വന്നിട്ടുള്ളത് മാവ്. പിന്നെ മിക്സി ചൂടാവാണ്ട് നോക്കും വേണം കേട്ടോ. ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. നമ്മളിങ്ങനെ കൈയോട് തൊട്ടാൽ കുറഞ്ഞൊരു തരി അത്ര മതി, വല്ലാണ്ട് ഓവറായിട്ട് അരിയരുത്. ഈ ഒരു തിക്നെസ്സും മതി കേട്ടോ. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒഴിച്ച് വെക്കാനുള്ള പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു തിക്നെസ്. ഇനി നമ്മൾ ഈ ഒരു ജാറിലേക്ക് തന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു പച്ചരിയും കൂടി ഇട്ടിട്ട് നമുക്കങ്ങ് അരച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ, പിന്നെ വെള്ളത്തിൻ്റെ അളവ് മറ്റേത് കൂടിപ്പോവും. ഇനി നമ്മൾ അടുത്തതായിട്ട് ആ ഒരു അരിയിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തത്. പിന്നെ 1 കപ്പ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിയിനെക്കാട്ടിലും കുറച്ചൊരു വെള്ളം പൊങ്ങിയിട്ട് വേണം കേട്ടോ നിൽക്കാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം ഈ ഒരു അളവിലാണ് നമ്മൾ വെള്ളം നിർത്തി കൊടുക്കേണ്ടത് കേട്ടോ. അല്ലേ? ഇതിന് കുറച്ച് അരിയിനെക്കാട്ടിലും കുറച്ച് പൊങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് കണ്ടിട്ട് തന്നെ ചോറാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നോർമലായിട്ടുള്ള നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചോറില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3/4 കപ്പിനും ആ ഒരു അളവ് തന്നെ, നമ്മൾ ആ ഉഴുന്നുബോൾ എടുത്തതിൻ്റെ അതേ ഒരു അളവാണ് ചോറ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അരി നന്നായിട്ട് അരച്ചെടുക്കണം. അതേപോലെ തന്നെ ഈ ചോറ് ഇട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ, ഈ ഒരു രണ്ടും കൂടെ. ഇപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ, ഈ ഒരു പച്ചരിയും ഈ ഒരു ചോറും കൂടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവുണ്ടല്ലോ നമ്മുടെ ഉഴുന്നുബോളിൻ്റെ, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് എല്ലാം പതുക്കെ അങ്ങ് വടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ആണ് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉഴുന്നിൻ്റെ ആ ഒരു മാവും നമ്മൾ പിന്നെ പച്ചരിയും അതേപോലെ ചോറും കൂടിയുള്ള മിക്സും കൂടി മിക്സ് ചെയ്തും കൂടി എല്ലാം കൂടി നന്നാക്കി മിക്സ് ആക്കി എടുക്കണം. കണ്ടോ? ഈ ഒരു രീതിയിലാട്ടോ മാവിൻ്റെ ആ ഒരു തിക്ക് എന്ന് പറഞ്ഞത്. വല്ലാണ്ടങ്ങ് ലൂസ് ആവാനും പാടില്ല, എന്നാലോ വല്ലാണ്ടങ്ങ് ടൈറ്റ് ആവാനും പാടില്ല, ആ ഒരു രീതിയിൽ കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു തിക്നെസ് മതി. ഞാൻ ആ കൈ വെച്ചിട്ട് ബാക്കിയുള്ളത് വടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വെള്ളം കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി കയ്യിലൊക്കെ ഒന്നങ്ങ് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ 8 to 9 അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു മാവ് അരച്ച് വെക്കാറുള്ളത്. ഇനി രാവിലെ ഞാനൊരു 7 മണി 8 മണി ആ ഒരു ടൈമിലാണ് ഇത് ചുട്ടെടുക്കാറുള്ളത് കേട്ടോ.
ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് രാവിലെ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ രാവിലെ ഒരു 7-8 മണിൻ്റെ ഉള്ളിലാട്ടോ അത് ചുട്ടെടുക്കുന്നത്. കണ്ടില്ലേ മാവ് കുറേശ്ശെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ കുറച്ച് നല്ല തിക്കായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുന്നത് ഇഡ്ഡലിയുടെ കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റാൻഡ് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഏകദേശം ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒരു 20 ഇഡ്ഡലി നമുക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും 24 പക്ഷേ ഞാൻ 20 തന്നെ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ കേട്ടോ. ഒരു തട്ട് ഒഴിവാക്കാറാണുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ തട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സെൻറ്ററിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു കുക്കർ വളരെ ഉപകാരമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ സെൻറ്ററിലാക്കി കൊടുത്തിട്ട് ഇനി മാവ് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതാ രണ്ടാമത്തെ ഒരു തട്ടും വെച്ച് കൊടുക്കുകയാണ് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അത് താഴത്തെ അതേപോലെ തന്നെ മുകളിലും ഒരേപോലെ ആക്കി വെക്കുക കേട്ടോ. ആ ഒരു സൈഡിലുള്ള ഹോൾസ്. അതിനുശേഷം വീണ്ടും മാവ് വെച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ അത് ലാസ്റ്റത്തെ തട്ടിലും മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് മൂടി വെച്ചിട്ട് ആ ഒരു വിസിൽ അടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. വിസിൽ അടിച്ചിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു 4-5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ഇതിൽ നിന്ന് അടർത്തിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ പോരും. നമ്മൾ താഴെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്തതല്ലേ. അപ്പോൾ ഇതുപോലെ അങ്ങ് അടർത്തിയെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇനി ആർക്കും ഇതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നുള്ളൂ കേട്ടോ. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റ് ആട്ടോ. കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ആർക്കും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ടതായി കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരിക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ ഇതിലുള്ള ഈ ഒരു ചട്നി ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചട്നി കേട്ടോ. ഈ ഇഡ്ഡലിക്ക് ഈ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറോ അതുപോലെ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആ ഒരു ചട്നി മാത്രം മതി. ഞാൻ എപ്പോഴും ഈ ഒരു ചട്നി മാത്രമാണ് ഈ ഒരു ഇഡ്ഡലിയോട് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും അത് ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് നോക്കിയിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.